കേരള മനസ്സാക്ഷി നടക്കുന്ന ഒരു കൊലപാതകത്തിനും കൂടി നമ്മളെല്ലാവരും ദൃക്സാക്ഷിയായിരിക്കുകയാണ്. 51 മുറിവുകളോടുകൂടി ഒരു 1.5 വയസ്സുകാരൻ നമ്മുടെ ലോകത്തോട് വിട പറയുമ്പോൾ ആ മുറിവിൽ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പങ്കുണ്ട്. ഒരു രണ്ടാം അച്ഛൻ്റെ ക്രൂര മർദ്ദനത്തിനിരയായി ആ കുഞ്ഞ് കടന്നുപോയ വേദന നമ്മളെല്ലാവരും മനസ്സിലേറ്റിയിരിക്കുന്ന സമയമാണ്. ഈ വിഷമവും മുറവിളിയും എത്ര ദിവസം നീണ്ടു നിൽക്കും? ഒരാഴ്ച, ഒരു മാസം, കൂടിപ്പോയാൽ ഒരു വർഷം. അത് കഴിയുമ്പോൾ അർഷിത എന്നുള്ള പേര് വെറും ഒരു വേദനയായിട്ട്, ഒരു ഓർമ്മയായിട്ട് നമ്മൾ മറികടക്കും. വീണ്ടും പുതിയ പുതിയ വാർത്തകളായി, വിശേഷങ്ങളായി, ചർച്ചകളായി, ചാനൽ ചർച്ചകളായി ഇതുപോലെയുള്ള ദുരന്തങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു പോലും ഇതുപോലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി, അതീവ ജാഗ്രതയോടുകൂടി കുട്ടികളെ വളർത്തണം. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പാകതയും പക്വതയും ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് ഒരു കുഞ്ഞു പോലും ജനിച്ച് വീഴാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്നത് പരസ്പരം വിട്ടുവീഴ്ച, പരസ്പര ബഹുമാനം, അംഗീകാരം, പൊരുത്തപ്പെടൽ, ഇതെല്ലാമാണ്. സ്നേഹവും സമാധാനവും കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്ത് കുടുംബം? അങ്ങനെ നല്ലൊരു കുടുംബം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തിനാണ് കുഞ്ഞുങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. ബിക്കോസ് യു ആർ ദ മൈൻഡ്ഫുൾ പാരന്റ്.